പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട പത്രങ്ങളും അവയുടെ പത്രാധിപരെയുമാണ്. നാളത്തെ പ്രിലിംസ് എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുന്ന ചോദ്യങ്ങളാണിവ. മുഴുവൻ ചോദ്യങ്ങളും കാണാൻ ശ്രമിക്കുക, ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാളം പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാളം പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം CP ഗോവിന്ദ പിള്ളയാണ്. അടുത്ത ചോദ്യം, പശ്ചിമോദയം എന്ന പത്രം തുടങ്ങിയത് ആരാണ്? പശ്ചിമോദയം എന്ന പത്രം തുടങ്ങിയത് ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയ ബ്രിട്ടീഷ് പ്രഭു ആരായിരുന്നു? പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയ ബ്രിട്ടീഷ് പ്രഭു ആരായിരുന്നു? ഉത്തരം ലിട്ടൺ പ്രഭു. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതായിരുന്നു? കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതായിരുന്നു? ഉത്തരം രാജ്യ സമാചാരം. അടുത്ത ചോദ്യം, പ്രാദേശിക പത്രങ്ങൾക്ക് നിയന്ത്രണം ഏൽപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയ വർഷം? പ്രാദേശിക ഭാഷാ പത്ര നിയമം ബ്രിട്ടീഷുകാർ പാസാക്കിയ വർഷം എപ്പോഴാണ്? ഉത്തരം 1878 ഈ നിയമം പാസാക്കിയത്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്ന നേഷൻ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയിരുന്നത് ആരായിരുന്നു? ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്ന നേഷൻ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളായിരുന്ന യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം മഹാത്മാ ഗാന്ധി. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളായിരുന്ന കേസരി, മറാത്ത എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലക്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്ന വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? വോയിസ് ഓഫ് ഇന്ത്യക്ക് നേതൃത്വം നൽകിയത് ദാദാഭായ് നവറോജിയാണ്. തൊഴിലാളി ക്ഷേമം മുൻനിർത്തി വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? തൊഴിലാളി ക്ഷേമം മുൻനിർത്തി വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളായിരുന്ന ഹിന്ദു, സ്വദേശിമിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം ഹിന്ദു, സ്വദേശിമിത്രം എന്നീ പത്രങ്ങൾ തയ്യാറാക്കിയിരുന്നത് G സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം? ഉത്തരം യങ് ഇന്ത്യ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്ന ബംഗാളി എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബംഗാളി എന്ന പത്രം നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ ബാനർജി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? സംവാദ് കൗമുദി എന്ന പത്രം രാജാറാം മോഹൻ റോയിയുടേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം അത് ബംഗാൾ ഗസറ്റ് ആണ്. മിതവാദി എന്ന പത്രം തലശ്ശേരിയിൽ നിന്ന് ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം 1907. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായി. സ്വദേശാഭിമാനി കണ്ടുകിട്ടിയ വർഷം എപ്പോഴാണ്? സ്വദേശാഭിമാനി പത്രം കണ്ടുകിട്ടിയ വർഷം ഉത്തരം 1910. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്ന ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇത്രയാണ് പത്രങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.